കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി എം മുകുന്ദൻ. കേരളം വികസനപാതയിൽ കുതിക്കുന്നത് ചിലരെ അലോസരപ്പെടുത്തുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ തങ്ങൾ മിണ്ടാതിരിക്കില്ലെന്നും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ അണിചേരുമെന്നും എം മുകുന്ദൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പൊതുവായ ശബ്ദമാണ് കേരളത്തിൽ ഉയരുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിലൂടെ തുറന്നുകാട്ടാൻ ശ്രമിച്ചതും അതായിരുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരായ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരികയാണ് സാംസ്കാരിക ലോകവും. അത് പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് മലയാളത്തിന്റെ സാംസ്കാരിക നായകൻ എം മുകുന്ദന്റെ വാക്കുകൾ. ഇപ്പം കേരളത്തോട് പൂർണ്ണമായിട്ടുള്ള അവഗണനയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട്. ഇപ്പം കേരളം മുമ്പോട്ടേക്ക് കുതിക്കുകയാണ്, വികസനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ മുമ്പോട്ടേക്ക് കുതിക്കുകയാണ്. അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണിത്. നമ്മൾ മുമ്പോട്ട് പോകരുത്, നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ പിറകോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം ആളുകൾ നമ്മൾ ഡൽഹിയിലുണ്ട്. അപ്പം അതിനെതിരായിട്ടാണ് നമ്മൾ ഈ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. അപ്പോൾ ഈ ചങ്ങലയിൽ കൂടി നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കണം. അപ്പോൾ ഈ ചങ്ങലയിൽ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പങ്കെടുക്കണം, ഞാനും അതിലുണ്ടാകും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സാംസ്കാരിക ലോകം മിണ്ടാതിരിക്കില്ലെന്നും എം മുകുന്ദൻ മുന്നറിയിപ്പ് നൽകുന്നു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും കേന്ദ്ര നിയമന നിരോധനത്തിനും കേരളത്തിലെ റെയിൽവേയോടുള്ള അവഗണനയ്ക്കുമെതിരെയാണ് ഡിവൈഎഫ്ഐ ജനുവരി 20 മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. മനുഷ്യച്ചങ്ങലയിൽ താൻ പങ്കാളിയാകുമെന്നും എം മുകുന്ദൻ വ്യക്തമാക്കി. സച്ചിദാനന്ദൻ, എം കെ സാനു മാസ്റ്റർ, ബെന്യാമിൻ എന്നിവരും മനുഷ്യച്ചങ്ങലയിൽ പങ്കാളിയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.